ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഫോമാറ്റാണ് ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് നമുക്കറിയാം, ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് മുതലായവയൊക്കെയാണ് എന്ത് സബ്ജക്റ്റ്. അടുത്തത് ഷുഡ് ഹാവ് ചേർക്കണം, പിന്നെ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ചേർക്കണം. അപ്പോൾ അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. യു ഷുഡ് ഹാവ് കം യെസ്റ്റർഡേ. താങ്കൾ ഇന്നലെ വരേണ്ടതായിരുന്നു. അവിടെ സബ്ജക്റ്റ് യു ആണ്, അതിനുശേഷം ഷുഡ് ഹാവ് ചേർത്തിരിക്കുന്നു. പിന്നെ കം എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കം തന്നെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. യു ഷുഡ് ഹാവ് സ്റ്റഡീഡ് വെൽ. നീ നല്ലവണ്ണം പഠിക്കേണ്ടതായിരുന്നു. അപ്പോൾ യു കഴിഞ്ഞു, അതിനുശേഷം ഷുഡ് ഹാവ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റഡി എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്റ്റഡീഡാണ് ചേർത്തിരിക്കുന്നത്. അടുത്തത് യു ഷുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മീ. നിങ്ങൾ എന്നെ കാത്തിരിക്കേണ്ടതായിരുന്നു. യു പിന്നെ ഷുഡ് ഹാവ്, അതിനുശേഷം വെയിറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെയിറ്റഡ് ചേർത്തിരിക്കുന്നു. അടുത്തത് വി ഷുഡ് ഹാവ് ഇൻവൈറ്റഡ് ദം ടു. ഇവിടെ സബ്ജക്റ്റ് വി ആണ്, അതിനുശേഷം ഷുഡ് ഹാവ് ചേർത്തിരിക്കുന്നു. ഇൻവൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇൻവൈറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ അവരെ കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു. അടുത്തത് ഐ ഷുഡ് ഹാവ് മാരീഡ് എ വുമൺ ഓഫ് ആവറേജ് വെൽത്ത്. ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഐ ആണ് സബ്ജക്റ്റ്, ഷുഡ് ഹാവ് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം മാരി എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാരീഡാണ്. അടുത്തത് യു ഷുഡ് ഹാവ് കെപ്റ്റ് യുവർ വേർഡ് ദെൻ. ആ സ്ഥിതിക്ക് നീ വാക്കു പാലിക്കേണ്ടതായിരുന്നു. യു ആണ് സബ്ജക്റ്റ്, ഷുഡ് ഹാവ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം കീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കെപ്റ്റാണ്. ദെൻ എന്നത് നമ്മൾ ആ സ്ഥിതിക്ക് എന്ന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് ദെൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഈ ഷുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇപ്രകാരമാണ്: സബ്ജക്റ്റ് പ്ലസ് ഷുഡിൻറ്റ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതാണ് നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഫോർമാറ്റ്. ഷുഡ് നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഷുഡിൻറ്റ് എന്ന് ചേർത്തിരിക്കുന്നത്. സബ്ജക്റ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് ഇതെല്ലാമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാലോ. ദി ഷുഡിൻറ്റ് ഹാവ് ടേക്കൺ ഹിം ബാക്ക്. നമ്മൾ അയാളെ തിരിച്ചെടുക്കാൻ പാടില്ലായിരുന്നു. അവിടെ വി ആണ് സബ്ജക്റ്റ്, ഷുഡിൻറ്റ് ഹാവ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം ടേക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടേക്കൺ. രണ്ടാമത്തെ എക്സാമ്പിൾ, വി ഷുഡിൻറ്റ് ഹാവ് സ്റ്റാർട്ടഡ് സോ ഏർലി. നമ്മൾ ഇത്രയും നേരത്തെ പുറപ്പെടാൻ പാടില്ലായിരുന്നു. വി സബ്ജക്റ്റ്, ഷുഡിൻറ്റ് ഹാവ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സ്റ്റാർട്ടഡ്. അടുത്ത എക്സാമ്പിൾസിലോട്ട് കടക്കാം. ഐ ഷുഡിൻറ്റ് ഹാവ് ബിലീവ്ഡ് ഹിം ഫുള്ളി. ഞാൻ അയാളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഐ ആണ് സബ്ജക്റ്റ്, ഷുഡിൻറ്റ് ഹാവ് ചേർത്തിരിക്കുന്നു. ബിലീവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബിലീവ്ഡ്. അടുത്തത് യു ഷുഡിൻറ്റ് ഹാവ് ഡിസ്മിസ്ഡ് ഹിം. നിങ്ങൾ അയാളെ പിരിച്ചുവിടരുതായിരുന്നു. അപ്പോൾ യു ആണ് സബ്ജക്റ്റ്, ഷുഡിൻറ്റ് ഹാവ് ചേർത്തിരിക്കുന്നു. ഡിസ്മിസ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡിസ്മിസ്ഡ് ആണ്. യു ഷുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ് ടു മീ ദോ. എന്നാലും നിങ്ങൾ എന്നോടിത് വേണ്ടായിരുന്നു.
അപ്പോൾ യു അതിനുശേഷം ഷുഡിൻറ്റ് ഹാവ് ചേർത്തിരിക്കുന്നു. ഡു എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും എന്നുള്ളതിന് പകരമായിട്ടാണ് ദോ എന്ന് ചേർത്തിരിക്കുന്നത്. എനിവേ യു ഷുഡിൻറ്റ് ഹാവ് ഗിവൺ ഹിം ഫോൾസ് ഹോപ്പ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അയാളെ ആശിപ്പിക്കരുതായിരുന്നു. ഓക്കെ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നുള്ളതിനാണ് നമ്മൾ എനിവേ എന്ന് ചേർത്തിരിക്കുന്നത്. ഗിവ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഗിവൺ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്താണ് ആശ കൊടുക്കരുത് എന്നുള്ളതിനുള്ളതാണ് നമ്മളെന്ത് ഫോൾസ് ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ, ബീയിങ് എ വെൽ നോൺ പൊളിറ്റീഷ്യൻ യു ഷുഡ് നെവർ ഹാവ് സപ്പോർട്ടഡ് സച്ച് ആൻ ഇൻഡീസൻറ്റ് തിങ്. അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് താങ്കൾ ഇതുപോലൊരു ചീത്ത കാര്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ യു കഴിഞ്ഞിട്ട് ഷുഡ് നെവർ, ഷുഡ് നോട്ടിന് പകരം ഷുഡ് നെവർ ആണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഹാവ് കഴിഞ്ഞിട്ട് സപ്പോർട്ട് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സപ്പോർട്ടഡ് ചേർത്തിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ദെൻ? പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു. ഇത് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് പറയും? വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ ദെൻ. അടുത്തത്, വാട്ട് ഡു യു മീൻ ഐ ഷുഡ് ഹാവ് ഡൺ ദെൻ? പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു എന്നാണ് നീ പറയുന്നത്. ഇപ്രകാരവും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് പറയണം? വാട്ട് ഡു യു മീൻ ഐ ഷുഡ് ഹാവ് ഡൺ ദെൻ. അവിടെ എല്ലാം ഡു എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഡൺ ആണ് ചേർത്തിരിക്കുന്നത്. ഇനിയും വാട്ട് എൽസ് ഡു യു മീൻ ടു സേ ഐ ഷുഡ് ഹാവ് ഡൺ ദെൻ? പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു എന്നാണ് നീ പറഞ്ഞു വരുന്നത്. ഓക്കെ, വാട്ട് എൽസ് ഡു യു മീൻ ടു സേ ഐ ഷുഡ് ഹാവ് ഡൺ ദെൻ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു എന്നാണ് നീ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പഠിച്ച 2 സെൻറ്റൻസും ഈ ഒരു സെൻറ്റൻസും ഒന്നുകൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഒരു മൈന്യൂട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അടുത്തത്, ഷുഡ് ഐ ഹാവ് ലിക്ഡ് ഹിസ് ബൂട്ട്സ്? ഞാൻ അയാളുടെ കാല് പിടിക്കണമായിരുന്നോ? അവിടെ ലിക്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ലിക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇതും വളരെ യൂസ്ഫുള്ളായി കാണും എന്നുള്ളത് കരുതുകയാണ്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ താങ്ക് യു.